ലിയോ ടോക്സ് വിവാദം കത്തിപ്പടരുകയാണ്. അവരുടെ കുടുംബജീവിതത്തിന്റെ ഉള്ളറയിലെ പ്രശ്നങ്ങൾ അറിയാനാണ് നമുക്കിപ്പോൾ ആവേശം. പലരും അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കും പറയാനുണ്ട് ചില വിഷയങ്ങൾ. നിങ്ങൾ വിവാഹിതരാണോ? എന്നാൽ നിങ്ങളോടാണ് എനിക്കിത് സംസാരിക്കാനുള്ളത്. ഏതു ജീവിതത്തിലാണ് ഇണക്കങ്ങളും പിണക്കങ്ങളും ചെറിയ കുറുമ്പുകളൊക്കെ ഉണ്ടാവാത്തത്? അതൊക്കെ ചിലർ പറഞ്ഞങ്ങ് തീർക്കും, ചിലത് വല്ലാതങ്ങ് വളരും. ഇതൊക്കെ തന്നെയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. പലരുടെയും കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെ പറഞ്ഞു തീർക്കാമായിരുന്നിട്ടും 90% കുടുംബങ്ങളുടെ പ്രശ്നങ്ങളും വലുതായി തകർന്ന തരിപ്പണമായി പോയതിന്റെ കാരണം മൂന്നാമതൊരാളുടെ ആവശ്യമില്ലാത്ത ഇടപെടൽ കൊണ്ടല്ലേ? നിങ്ങൾ പലരും ഇത് അനുഭവിച്ചവരല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരുപാട് സഹോദരിമാർ സ്ത്രീധനത്തിന്റെയും പീഡനത്തിന്റെയും ഇരയായി ആത്മഹത്യ ചെയ്തപ്പോൾ നമ്മളൊക്കെ എന്താ പറഞ്ഞത്? നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്താണ് പോസ്റ്റ് ഇട്ടത്? പെങ്ങളൂട്ടി എന്തിനാ ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്? എന്തിനാ മോളെ നിന്റെ ജീവൻ നീ നശിപ്പിച്ചത്? വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നു. എന്നാൽ ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്ന് അവർ നിന്ന് വിട്ടു നിന്നപ്പോൾ എന്തേ നമ്മളത് പറയാത്തത്? എന്തേ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാത്തത്? നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തേനെ ഒരു പിടി കയറിൽ ആ സഹോദരി തന്റെ ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള 1000 നല്ല വാക്കിനേക്കാൾ ഉപകാരപ്പെടും എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്നവന്റെ മുമ്പിലെ ആശ്വാസത്തിന്റെ ഒരു വാക്കിന്. ഇനി അതിനും കഴിയില്ലെങ്കിൽ മൗനം പാലിക്കലല്ലേ നമുക്ക് നല്ലത്? അവരും ഒരു മനുഷ്യജന്മമല്ലേ? അവരും ഇവിടെ ജീവിക്കട്ടെ. അവരുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയെങ്കിലും. നമുക്ക് അവർ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത്? നമുക്കിടയിൽ ഒരുപാട് പേർ നൊന്തു പ്രസവിച്ച മക്കളെ അറംകൊല ചെയ്തിട്ടും കാമുകന്മാരോടൊപ്പം മക്കളെയും കളഞ്ഞിട്ട് പോകുന്നവർ എത്ര പേരുണ്ട്? നമ്മൾ അവർക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊരു പ്രയാസം വന്നു, തനിക്ക് നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ വീട് വിട്ടിറങ്ങി. അപ്പോഴും തന്റെ 5 മക്കളെയും ചേർത്ത് പിടിച്ചിട്ടാണ് അവർ യാത്രയായത്. അവരെന്നെ വിളിച്ചിരുന്നു, അവിടെ പ്രയാസങ്ങളെല്ലാം പറഞ്ഞു. അവരപ്പോഴും പറയുന്നത് തന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ വഷളാക്കാനോ അവർക്ക് താല്പര്യമില്ല. അവർ അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറ്റുകൾ മനസ്സിലാക്കി അവരവരുടെ ജീവിതത്തിലേക്ക് വരാം. ഇതിന്റെ ഇടയിൽ കിടക്കുന്ന നമ്മൾ എന്ത് നേടി? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരവരുടെ വഴിക്ക് വിട്ടേക്കുക. ഇൻഷാ അല്ലാഹ് അതല്ലേ ഏറ്റവും നല്ലത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ഉമ്മയും തമ്മിൽ ചില സമയങ്ങൾ ചെറുതായിട്ട് പിണങ്ങിയിട്ടില്ലേ? ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ലേ? ആയിഷമ്മയുടെ കുട്ടി കുറുമ്പുകളൊക്കെ നിമിത്തങ്ങൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്തത്. ഇസ്ലാമിലും അതിൽ വ്യക്തമായ മാതൃകയുണ്ട്. ഈ ദേഷ്യങ്ങളും പിണക്കങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിർവിട്ട് സംസാരിക്കും. അതൊക്കെ സ്വാഭാവിക. നമ്മുടെയൊക്കെ വീടുകളിലും അതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്. കുറെ കഴിയുമ്പോൾ അവർക്കതൊക്കെ മനസ്സിലാകും. അവർ പിന്നെ ഇണക്കുരുവികളാകും. ഇൻഷാ അല്ലാഹ് കാത്തിരിക്കാം നമുക്ക് നല്ലൊരു ദിവസത്തേക്ക് വേണ്ടി. പരിശുദ്ധമായ ഇസ്ലാമിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരിക്കലും ഒത്തൊരുമിച്ച് പോകാൻ കഴിയില്ലെങ്കിൽ 3 രൂപത്തിൽ അവർക്ക് അവരുടെ ജീവിതങ്ങളെ വേർപെടുത്താം. ഒന്നാമത്തെ ത്വലാഖാണ്, രണ്ടാമത്തെ ഫസ്ഖാണ്, മൂന്നാമത്തെ ഹുൽ ആണ്. അവർക്കിടയിൽ തീരെ ഒത്തൊരുമിച്ച് പോകാൻ കഴിയില്ലെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിൽ തീരെ താല്പര്യമില്ലാത്ത എന്നാൽ അനുവദനീയമായ 3 മാർഗമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവരുടെ കുടുംബജീവിതം ഒരുമിപ്പിക്കലാണ് ഖൈറെങ്കിൽ അല്ലാഹു ഒരുമിപ്പിക്കട്ടെ. അല്ലെങ്കിൽ എന്താണോ ഖൈറായ നിലക്ക് അല്ലാഹു തആല തീരുമാനമാക്കട്ടെ.